നമസ്കാരം. കൈരളി ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും എന്താ പറയുക, ഭയങ്കര ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരിക്കും എന്ന് തുടക്കം തന്നെ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും കേട്ടോ. കാര്യം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നമ്മുടെ ഗസ്റ്റായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ നമ്മളെയൊക്കെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച് മിനി സ്ക്രീനിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് എത്തി പ്രൂവൺ ആയിട്ടുള്ളൊരു വേഴ്സറ്റൈൽ ആക്ട്രസ് ആണ്. എന്താ പറയുക, ഒരു കുഞ്ഞു പടക്കാണെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഒരു അറ്റത്തിൽ നിന്ന് നമ്മൾ കത്തിച്ചു വിട്ട പൊട്ടിത്തെറിക്കുന്ന ഒരാളാണ്. സോ നമുക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം മായ. താങ്ക് യു മായ ചേച്ചി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ 2 എണ്ണല്ലേ കയ്യിൽ നിന്നിടാൻ പറഞ്ഞുള്ളൂ, 4 എണ്ണമൊക്കെ കയ്യിൽ നിന്നിട്ട് ഞാൻ പടക്കാന്നൊക്കെ. ദൈവങ്ങളെ, ഇനി ഇത് എന്തൊക്കെ ട്രോളിറങ്ങും എന്തോ. സത്യമായിട്ടല്ല, ഞാൻ അതല്ല പടക്കം. അയ്യോ, ഇതാ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലെ എന്റെ ഇൻട്രോ ഇപ്പൊ പ്രേക്ഷകർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. കറക്റ്റാ മനസ്സിലായിട്ടുണ്ടാവും. സന്തോഷം, സമാധാനം. ഇനി ഞാൻ പൊക്കോട്ടെ. ഞാൻ വെൽക്കം ചെയ്യുന്ന സമയത്തെ മായ എന്ന് പറയണോ മായ കൃഷ്ണ എന്ന് പറയണോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ഫ്ലോയിൽ ഞാൻ അങ്ങ് മായ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, തന്തയ്ക്ക് പറയാ ഞാൻ മതി. മിക്കവാറും ഈ പരിപാടി കഴിയുമ്പോ നാട്ടുകാർ പറയൂ, അതെനിക്കറിയാം. അതിനുള്ള മുമ്പൊരു വാചകങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ അങ്ങോട്ട്, തീർച്ചയായിട്ടും വരും. ചുമ്മാ തമാശ പാട്ടപ്പോ. ചേച്ചി ഒത്തിരി സന്തോഷം നമ്മുടെ ഷോയിൽ വന്നതില്. അതെ, എനിക്കും ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എന്റെ തുടക്കത്തിലൊക്കെ മനോരമയിലാണ് ആദ്യം വന്നത്, എങ്കിലും കൈരളിയിലാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു ഷോസ് ഒക്കെ ആയിട്ട് വന്നത്. അപ്പൊക്കെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ വന്നത്. അപ്പൊ അതേ ചാനലിൽ തന്നെ ഒരു കുഞ്ഞു ഗസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. പ്രത്യേകം നന്ദി പറയണം. ഒരുപാട് സന്തോഷം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷമാണ്. ഇപ്പൊ 1 മാസം USA ഒക്കെ പോയി വന്നു. എനിക്ക് വയ്യ, അവിടം വരെയൊക്കെ എത്തി. ഷോസ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ബിസി ഇതിന്റെ ഇടയിൽ നമുക്ക് ഡേറ്റ് തന്നു. അതാണ് ഇനിയും ഇഷ്ടം പോലെ ഡേറ്റ് ഉണ്ട്. ഇല്ല അങ്ങനെയല്ല, ഇനിയും ഷോസിനൊക്കെ പോയി തുടങ്ങിയാൽ ഇനി ഇഷ്ടം പോലെ വരും. കുഴപ്പമില്ല. അപ്പൊ 1 മാസം നന്നായിട്ട് അടിച്ചുപൊളിച്ചു. 1 മാസം ഉണ്ടായിരുന്നു അല്ലേ? 1 മാസം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. 1 മാസം ഉണ്ടായിരുന്നു. 9 സ്ഥലങ്ങൾ കണ്ടു. ന്യൂയോർക്ക്, ന്യൂജേഴ്സി. സ്ഥലം കാണാനാണോ പരിപാടി അവതരിപ്പിക്കാനാണോ പോയത്? രണ്ടും ഇതായിരുന്നു. പരിപാടി അവതരിപ്പിക്കാനും സ്ഥലങ്ങൾ കാണണം എന്നാണ് കൂടുതൽ ആഗ്രഹിച്ചത്. വേറെ ഒന്നല്ല, പരിപാടി നമ്മൾ ഇവിടെയും ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. USA എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും. വേറെ ഒന്നും കൊണ്ടല്ല, മറ്റുള്ള രാജ്യങ്ങൾക്ക് പോവാൻ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ US പോവാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എവിടെ പോയാലും അമ്മേനെ കൂടെ കൊണ്ടുവന്ന ആളാണ്. അപ്പൊ US പോയപ്പോ കൊണ്ടുപോയോ? അവിടെ പറ്റിയില്ല. അപ്പൊ പേയ്മെന്റ് മൊത്തം അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ പോകേണ്ടി വരും. അവിടെ പ്രോഗ്രാം ചെയ്യണവർക്ക് മാത്രല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാരണം തന്നെ പോയ എന്തായാലും അടിച്ചു പൊളിച്ചു. നമ്മളൊരു 15 പേരോളം ഉണ്ടായിരുന്നു. റിമി ടോമിയുടെ ബാൻഡ് കൂടെ പോയത്. അപ്പൊ അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണും. USA വിശേഷങ്ങൾ ഞാൻ ചോദിക്കാം, വരുന്ന വഴിയിൽ നമുക്ക് ചോദിക്കാം. അതല്ലാണ്ട് നമ്മുടെ പുതിയ വർക്കുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ പുതിയ വർക്ക് ചെറിയൊരു സിനിമ ചെയ്തത്. ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് ഇപ്പൊ ചെയ്തത്. പക്ഷെ ഒരു ദിവസം ഉള്ളെങ്കിലും അത് ഇത്തിരി ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ആനി ടീച്ചർ എന്ന് പറയുന്ന ഒരു ഇതാ ചെയ്തത്. പിന്നെ അതിന് മുന്നേ കമൽ സാറിന്റെ വിവേകാനന്ദം വൈറലാണ് അങ്ങനെ ചെയ്ത. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പടങ്ങളൊക്കെ ആയിട്ട് സീരിയലും ഒക്കെ ആയിട്ട് അങ്ങനെ പോണു. സ്റ്റേജ് ഷോസ് ഒക്കെ ആയിട്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മായശേഷിയുടെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ, കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ, തുടക്കം എന്ന് പറയുന്നത് എനിക്കും സത്യം ദാരിദ്ര്യം അങ്ങനല്ല, എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. കാര്യം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോമഡി സ്റ്റാർസിലൂടെ വന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ഒന്ന് ചോദിക്കുമ്പോഴാണ് ശരിക്കും ഒരു ഡാൻസർ ആയിരുന്നു അല്ലെ, ഡാൻസ് എന്നാണ് തുടക്കം. ആ കഥ എന്ന് നമ്മൾ അത് ഒരുപാട് പേർക്ക് ആ കാര്യം അറിയില്ല. പിന്നെ കുറെ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഓടിച്ചു പോവാം. കാരണം ചിലർക്ക് ഇനിയിപ്പൊ എല്ലാം കേട്ടിട്ട് ബോറടിക്കണ്ട. ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. കലാമണ്ഡലം പ്രസന്ന ടീച്ചർ അടുത്താ പഠിച്ചിരുന്നത്, നാട്ടില് തൃശ്ശൂര്. കലാമണ്ഡലം എന്ന് കേൾക്കുമ്പോ ഇപ്പൊ ഒരു പേടി. എന്തിനാ? ഇല്ല, അന്നേരം ഞാൻ കാക്കയെ പോലെ ഇരുന്നിരുന്നത്. പക്ഷെ നമ്മള് പ്രോഗ്രാം ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. നമ്മള് മേക്കപ്പ് ചെയ്ത് പ്രോഗ്രാം ഒക്കെ ചെയ്തിരുന്നു. യൂത്ത് ഫെസ്റ്റിവലിന് പോയിട്ടില്ല. പക്ഷെ അത് പൈസ ഇല്ലാത്ത, അത് ഞാൻ നിറം കുറവായതുകൊണ്ട് പോവാൻ ഞാൻ ഇല്ല. അന്നേരം എനിക്ക് സാമ്പത്തികമായിട്ട് ഇല്ലാത്തോണ്ടാണ് ഞാൻ. ശരിയാ, ആ സമയത്തൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ അല്ല, നമുക്കപ്പൊ അന്നേരം കാസറ്റ് ഒന്നും ഇട്ടിട്ട് കളിക്കാൻ പാടില്ല. മത്സരത്തിനാണെങ്കിൽ ഓർക്കസ്ട്ര വേണം. അപ്പൊ അതിനുള്ള അന്ന് സാമ്പത്തികം ഒന്നും ഇല്ലാത്തോണ്ടാണ് പോവാഞ്ഞത്.
അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പെർഫോം ചെയ്യാൻ പോവായിരുന്നു. കലാമണ്ഡലം ഷോസിന് അങ്ങനെയൊക്കെ പോവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമാറ്റിക് പഠിച്ചു. അപ്പോഴാണ് നമ്മുടെ കോമഡി ഷോസിലേക്കൊക്കെ അങ്ങനെ വന്നത്. സ്റ്റേജ് ഷോയിലൊക്കെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അങ്ങനെയാണ് മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് കളിക്കാൻ കുട്ടികളെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതിലേക്ക് പോയി. അവിടുന്ന് ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു കുട്ടി വേണമായിരുന്നു സ്കിറ്റ് ചെയ്യാൻ. അപ്പൊ അതിന് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പോയി. അപ്പൊ ഇങ്ങനെ അന്ന് റെക്കോർഡ് സ്കിറ്റ് ആയിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ലിപ്പൊക്കെ കറക്റ്റാ പഠിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അന്നേരം എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, കുറേ പേര്. പക്ഷെ ആ കളിയാക്കിയവർക്കൊക്കെ ഇപ്പൊ മായ എന്നിട്ട് നമ്മുടെ ഇതൊക്കെ അവർ സ്റ്റാറ്റസ് ഇടും നാട്ടില്. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ കളിയാക്കിയ ചേച്ചിമാരാണെങ്കിലൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര എന്തൊരു ഭയങ്കര അഭിമാന. വേറൊന്നല്ല, അവര് പറയുമായിരുന്നു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഭയങ്കര ഭംഗി വേണം. ശോഭന ഉറവശിനൊക്കെ കണ്ടിട്ടില്ലേ, അവരൊക്കെ ഭയങ്കര കളറും ഭംഗിയും അല്ലേ. അപ്പൊ നമ്മളൊന്നും അതിന്റെ അടുത്ത് കൂടെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്നോട് പറയും അല്ല അങ്ങനെ ആണ് ഇപ്പോഴല്ല, നയൻതാരല്ലേ അല്ല ആണ് ഇപ്പഴല്ല, മുമ്പ് പണ്ട്. അപ്പൊ ആ പറയുന്ന ആൾക്കാരുടെ പ്രശ്നമാണ്. അല്ല അപ്പൊ അവര് പറയാം ഇല്ല മായ സിനിമ അല്ല അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് അഭിനയിക്കണം എന്നൊക്കെ പറയുമ്പോഴും കളറുണ്ടോ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത്, കളറുണ്ടോ എന്നൊക്കെയാണ് ആദ്യം. ഫോട്ടോസ് അയക്കോ കളറുണ്ടോ എന്നൊക്കെയാണ് ആദ്യം ചോദിക്കാറ്. അതൊരു സത്യമാണ്. ഇപ്പോഴത്തെ സിനിമകളിലാണ് മേക്കപ്പ് കുറവും, ഇങ്ങനത്തെ ഈ കളർ മതി, എൻ്റെ ഒക്കെ കളർ മതി ആ ക്യാരക്ടറിന് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ കളർ ഉണ്ടോന്നാണ് ഫസ്റ്റ് ചോദിച്ചിരുന്നത്. അങ്ങനെ തന്നെയാണ്, ഇല്ലായികയില്ല. പക്ഷെ അത് ആരും തുറന്ന് പറയില്ല. എല്ലാരും അതൊരു നഗ്നമായ സത്യമാണ്. എന്താണെന്നറിയോ, എല്ലാരും പറയും കറുത്ത എന്താ കുഴപ്പം, നല്ലതല്ലേ എന്ന് പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും വെളുക്കണം തന്നെയായിരിക്കും ആഗ്രഹം. അതങ്ങനെ തന്നെയാണ് കളർ. എനിക്കും അങ്ങനെ ഏകദേശം അങ്ങനെ തന്നെ. നമ്മൾ ഇച്ചിരി കൂടെ കളർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡ്രസ്സ് മാച്ച് ആയാനെ എന്നൊക്കെ തോന്നലാണ്. എനിക്കറിയില്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും ഇച്ചിരി വെളുക്കണം എന്ന് ആഗ്രഹമുള്ളവർ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സൊസൈറ്റിയുടെ പ്രശ്നം ആണ്, ആയിരിക്കാം ഉണ്ടെങ്കിൽ. ഇപ്പം വെളുത്താലും ഭംഗിയുണ്ട് കേട്ടോ എന്ന് ആരും പറയാറില്ല. കറുത്തിട്ടാണ് പക്ഷെ ഭംഗിയുണ്ട് കേട്ടാ, കറുപ്പാണെങ്കിലും ഭംഗിയുണ്ട് കേട്ടാ, അങ്ങനെയാണ് പലരും അങ്ങനെയൊക്കെ പറയാറ്. അപ്പൊ അങ്ങനെ എല്ലാവരും എന്നോട് പറയും സിനിമയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ കളറും ഭംഗിയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും എന്നെ കളിയാക്കുന്നുള്ള ഒരു ബോധയ്ക്ക് ഉണ്ടായിരുന്നില്ല, കുഞ്ഞിലല്ലേ. അപ്പൊ ഞാൻ പറയും അത് മേക്കപ്പ് ഇട്ടാ പോരെ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ ഇവിടം വരെയെങ്കിലും എത്തിയില്ലേ, അത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നുന്നു. അതെ. അപ്പോൾ ഈ നമ്മളെ പ്രേക്ഷകരെ ഒരുപാട് പല പല കാര്യങ്ങളിലൂടെ ഷോസിലൂടെ ഒക്കെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ റിയൽ ലൈഫിലേക്ക് വന്നാൽ മായ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയി ഇന്നീ നിലയിൽ എത്തിയൊരു വ്യക്തിയാണ് അല്ലേ. അമ്മയെ കുറിച്ച് പറയാനാണെങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പേഴ്സണലി ഒരുവിധം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കാരണം എനിക്കൊരു വീട് വെച്ച് തന്നത് സീമ ചേച്ചിയാണ്. അപ്പൊ അതിന് മുമ്പ് വരെ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ പറയാറുമില്ല, എനിക്കത് പറയാൻ അത്ര ഇഷ്ടമില്ല. കാരണം എന്താ അറിയോ, എല്ലാവർക്കും ഒരു വെറുപ്പായിരിക്കും. വന്നു ദാരിദ്ര്യം പറഞ്ഞു തുടങ്ങി, അങ്ങനെ ആയിരിക്കും. അതായത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ആൾക്കാർ കേൾക്കും ഇത്, മായ അങ്ങനെയല്ലേ അങ്ങനെ. പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ പറയുമ്പോഴേ ഈ കേൾക്കുന്നവർക്കൊരു മടുപ്പാ, വന്നു ഇല്ലായ്മ പറയാൻ അങ്ങനെ തോന്നും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആരടുത്തും പറയാറില്ല. പക്ഷെ പറയേണ്ടി വന്നത് നമുക്ക് വീടില്ലായിരുന്നു. അപ്പൊ അത് എല്ലാവരും ഇങ്ങനെ നമ്മുടെ കോമഡി ഇതിൽ തന്നെ ഭയങ്കര ഡിസ്കസ് ചെയ്തപ്പോൾ ഞാനൊരു പെൺകുട്ടിയാണല്ലോ, അമ്മ മാത്രമേ ഉള്ളൂ, അപ്പൊ വീട് വേണം, അനിവാര്യമാണ് എന്നുള്ളൊരു ഘടകം വന്നപ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മായ്ക്ക് എന്തിന് വീട് വെച്ച് കൊടുക്കുന്നു എന്നൊരു ചോദ്യം വന്നു. കാരണം മായന എല്ലാത്തിലും കാണാലോ, ഫോൺ എടുത്താലും ഉണ്ട്, റീൽ എടുത്താലും ഉണ്ട്, അങ്ങനെ. അപ്പം മായ്ക്ക് നല്ല ശമ്പളം കിട്ടുന്നില്ലേ, അപ്പം മായ്ക്ക് എന്തിനാണ് വീട് വെച്ച് കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സീമ ചേച്ചിക്കും വന്നു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരും. കാരണം സിനിമ വെക്കുമ്പോഴും ചെറിയ രീതിയിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്, സീരിയലും ഉണ്ട്. അപ്പം അതെന്നുള്ള പൈസ ഇല്ലേന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ നമുക്ക് എത്രമാത്രം കിട്ടുന്നുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോഴാണ് ഞാൻ എന്താണെന്നും എനിക്ക് എത്രമാത്രം കഴിവുണ്ട് എന്നൊക്കെ ഉള്ളത് എനിക്ക് പറയേണ്ടി വന്നത്. അമ്മ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിൽക്കുമായിരുന്നു ഞാൻ. ഒരുവിധം എല്ലാവർക്കും ഇപ്പം അത് അറിയാം. ചെറുപ്പം മുതലേ ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് ജോലിക്ക് നിൽക്കാനായിരുന്നു.
ഡിഗ്രി 3rd ഇയർ വരെ അവിടെ നിന്ന് 4ാം ക്ലാസ് മുതൽ അവിടെ പഠിച്ചത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഡാൻസിന് പോയി തുടങ്ങിയത്. അതൊരു ബ്രാഹ്മിൻസ് ഫാമിലി ആയിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഡാൻസും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നെ അങ്ങനെ വിടണോണ്ട് കുഴപ്പമൊന്നുമില്ല അവർക്ക്. അപ്പോൾ ഞാൻ പണിയെടുക്കും, സ്കൂളിലും പോവും, ഞായറാഴ്ച ഡാൻസ് ക്ലാസ്സിനും പോവും. അപ്പോൾ അങ്ങനെയാണ് ഡാൻസൊക്കെ പഠിച്ചത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അച്ഛനുണ്ടായിരുന്നു, അച്ഛനില്ല. അച്ഛൻ എന്നെ 9 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അമ്മേനെ ഉപേക്ഷിച്ച് പോയതാ. അവിടുന്ന് അമ്മ വീട്ടുജോലിയൊക്കെ എടുത്ത് അങ്ങനെയാണ് നമ്മൾ പണിയെടുത്ത് ഇതുവരെ എത്തിയത്. അപ്പോൾ ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓടിച്ചു പോണത്. കുറേ അനുഭവിച്ചു, കുറേ അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല ഈ പ്രായം വരെ. വീടില്ലാതെയും ഫുഡില്ലാതെയും അങ്ങനെയൊക്കെ കുറേ അനുഭവിച്ചു. പക്ഷെ എനിക്ക് ലൈഫിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കറിയില്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എന്തിനായിരുന്നു ഈ ലൈഫ് എന്ന് തോന്നിപ്പോവുമല്ലോ പലവർക്കും. എനിക്ക് പക്ഷെ ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ലൈഫ് എനിക്ക് അഭിനയിക്കണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. എനിക്ക് അഭിനയിക്കണം എന്ന വലിയ റോള് വേണമെന്നില്ല. എനിക്കിങ്ങനെ എന്തെങ്കിലും അഭിനയിച്ചാൽ മതി. ഇപ്പൊ പാസിംഗ് ഉള്ളൂ എന്ന് പറഞ്ഞാലും മതി, ക്യാമറ വെച്ചാൽ മതി. ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഭിനയിച്ചാൽ മതി എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജീവിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലും കുഞ്ഞിലും എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ലൈഫ് നമുക്ക് തന്നത് എന്ന് തോന്നിയിട്ടില്ല. എന്നെങ്കിലും നന്നാവും, അങ്ങനെ ഒരു പ്രതീക്ഷ. എന്നെങ്കിലും സിനിമയിൽ വിളിക്കുമായിരിക്കും, അങ്ങനെ എന്നെങ്കിലും. പക്ഷെ ഇങ്ങനെ എത്തുന്നു ഒരിക്കലും വിചാരിച്ചില്ല. ചെറുതിലേ ഇങ്ങനെ നല്ലോണം സംസാരിക്കുന്ന ആളായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ ക്ലാസ്സിലേ ഇരുന്നിട്ടില്ല, എപ്പോഴും ക്ലാസ്സിന്റെ പുറത്താ സത്യമായിട്ട്. അത് ഞാനിങ്ങനെ വെറുതെ ഒരു കോമഡി ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും അങ്ങനെയൊക്കെ പറയും. അപ്പൊ ടീച്ചർമാർക്ക് കുറെ ആകുമ്പോൾ ഡിസ്റ്റർബൻസ് ആവൂലോ, പഠിക്കത്തൂല്ലേ? പഠിക്കും, പക്ഷെ ജസ്റ്റ് പാസ്സായിട്ട് പോവും. പഠിക്കും പക്ഷെ പാസ്സാവും. അമ്മ വഴക്ക് പറയായിരുന്നോ? ഇല്ല, അമ്മയ്ക്ക് എന്നെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഞാനൊരു വീട്ടിൽ നിൽക്കായിരുന്നില്ലേ. അപ്പൊ നമുക്ക് പക്ഷെ പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ട്യൂഷന് വിടാനോ ഒന്നും ഇല്ല. നമ്മൾ ഈ പണിയെടുക്കുന്നു, പഠിക്കുന്നു, ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു. അല്ലാതെ പഠിച്ചിട്ട് ഇന്ന ലെവലിൽ എത്തണം അങ്ങനെയൊന്നും പറഞ്ഞു തരാനോ അങ്ങനെയൊന്നും ആളില്ല നമുക്ക്. അപ്പോൾ പഠിക്കും, ടീച്ചർമാർ പറഞ്ഞു തരുന്നു, പഠിക്കും. പിന്നെ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും, ഇല്ലേ കിട്ടില്ല, ഇമ്പോസിഷൻ എഴുതും. അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. നമുക്ക് ആരും നല്ലത് പറഞ്ഞു തരാനോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നണേ അതങ്ങ് ചെയ്യാന്നല്ലാതെ അങ്ങനത്തെ ഒരു നമുക്ക് ആരും ഇല്ല പറഞ്ഞു തരാൻ, ബന്ധുക്കളായിട്ടോ അങ്ങനെ ആരും ഇല്ല. അപ്പം അങ്ങനെ വളർന്നുകൊണ്ട് നമുക്ക് പഠിച്ചാൽ നാളേക്കൊരു നല്ലതാണെന്ന് പറഞ്ഞു തരാനൊന്നും ആളില്ല. അഭിനയിക്കണം അതെനിക്കറിയാം, അതാണ് ഉള്ളില്, എനിക്ക് അഭിനയിച്ചാൽ മതി എന്നാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ടീച്ചർമാർ എന്നോട് പറയും, എന്റെ പൊന്നുമായ വല്ല കലാഭവനിലും പോയി ചേരും, നിനക്ക് അതേ പറ്റുള്ളൂ. അതായത് ഞാൻ വെറുതെ തമാശയും പാട്ടുമായിട്ട് നടക്കല്ലേ. പിള്ളേരോ അപ്പൊ അന്ന് വർത്താനം പറയുന്നവരൊക്കെ പേരെഴുതുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, ക്ലാസ്സിൽ ഡിസ്റ്റർബ് ചെയ്യുന്നവരെ പേരെഴുതി വെക്കും. അങ്ങനെ എല്ലാ ഇതിലും എന്റെ പേരുണ്ടാവും. എപ്പോ വർത്താനം പറയുന്ന കുട്ടികളുടെ പേരെടുത്താലും എൻ്റെ പേരുണ്ടാവും. അപ്പൊ ടീച്ചർമാരിങ്ങനെ പറയും, എന്റെ പൊന്നുമായ ഞങ്ങളെ എങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് വല്ല കലാഭവനിൽ പോയി ചേർന്നോ, നിനക്ക് അതേ പറ്റുള്ളൂ, നീ ഇങ്ങനെ കോമഡി ഒക്കെ പറയുന്നുണ്ട് എന്ന് പറയും. അപ്പൊ എന്റെ വിചാരം എന്താണെന്നറിയോ, ടീച്ചർമാര് നല്ലതാണ് പറഞ്ഞു തരുന്നേന്നാ, മീൻസ് കളിയാക്കാന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ എവിടെയാണാവോ ഈ കലാഭവൻ അവിടെ. അപ്പൊ അപ്പോഴും ഞാന് കലാഭവൻ എവിടെയാണാവോ അല്ലേ. അപ്പൊ അങ്ങനെ അത് കുറെ അന്വേഷിച്ചിട്ടുണ്ട്. എങ്ങനെയാലും എനിക്ക് അഭിനയിച്ചാ മതി. എന്തായാലും അതിലേക്ക് നമ്മൾ ഒരു കാര്യം കുറേ ആഗ്രഹിച്ചത് നടക്കും എന്ന് പറയും, എങ്ങനെയെങ്കിലും നടക്കും. അത് എന്റെ കാര്യത്തിൽ സത്യം. അതെ അതെ അതെ. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനായിട്ട് കഠിനമായിട്ട് പ്രയത്നിച്ചാല് തീർച്ചയായിട്ടും നടക്കും. ഞാനാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അപ്പൊ മൂവീസിന്റെ കാര്യം പറയും, ഇപ്പൊ മൊത്തത്തിൽ എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ഒരു 8-10 എണ്ണമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. 10 സിനിമയൊക്കെ ആയിട്ടുണ്ടാവും. ഇനി പുതിയ ഏതെങ്കിലും ഒരു ഇപ്പൊ ചെയ്തത് ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു മൂവിയാണ് ചെയ്തത്. പിന്നെ ചിലപ്പോൾ വിചാരിക്കാതിരിക്കുമ്പോഴാവും കിട്ടുക. നമുക്കങ്ങനെ മുന്നേ കുട്ടി പറഞ്ഞതൊക്കെ അപൂർവമാണ്. അങ്ങനെ നമുക്ക് തന്നിരുന്നത് സിദ്ദിഖ് സാറാണ്, ഡയറക്ടർ സിദ്ദിഖ് സാറാണ്. എന്തെങ്കിലും ഒരു കുഞ്ഞു റോൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെ വിളിച്ച് തന്നിരുന്നത്. അതെന്തുകൊണ്ടാ വെച്ചാൽ കോമഡി ഫെസ്റ്റിവൽ കണ്ടിട്ട് സാറായിരുന്നു ജഡ്ജ്, സാറും ഉർവശി ചേച്ചിയും. അപ്പൊ അങ്ങനെ കണ്ടിട്ട് എന്നെ പോലെ വേറൊരു കൊച്ചിനെ, ദീപ്തി എന്ന് പറഞ്ഞ കുട്ടീനെയും ഭയങ്കര ഓർമ്മയാണ് സാറിന്. അപ്പൊ സാർ എന്തെങ്കിലും പടം എടുക്കുന്നുണ്ടെങ്കിൽ
പറഞ്ഞ് പറയും വിളിക്കാട്ടോ, ചെറിയ റോളേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് സാറ് വിളിച്ചത് മമ്മൂക്കയുടെ കൂടെ ചെയ്യാനാണ്. ഭാസ്കർ ദി റാസ്കറിൽ ജേർണലിസ്റ്റിന്റെ റോളാണ്. എങ്കിൽ പോലും അത് മമ്മൂക്കോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആദ്യമായിട്ട് ചെയ്തത് ഡയലോഗ് പറഞ്ഞത് മമ്മൂക്കയുടെ കൂടെ. അത് ഭയങ്കര ഒരു സന്തോഷം. ഇനി ഒരു റോള് ചെയ്യണമെങ്കിൽ ആഗ്രഹം എന്ത് ചെയ്യാനാണ്? എനിക്ക് എല്ലാതും ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന റോള് ചെയ്യുന്ന പറഞ്ഞാൽ അത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് എല്ലാ റോളും ആഗ്രഹം. എനിക്ക് ബോൾഡായിട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ നന്നായിട്ട് സെന്റി ആയിട്ട് ചെയ്യില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പടയപ്പയിലെ രമ്യ കൃഷ്ണന്റെ റോളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര വെല്ലുവിളിച്ച് ഇങ്ങനെ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള. ഇത് കേൾക്കട്ടെ എല്ലാരും, കേട്ടിട്ട് ഇനി വിളിക്കട്ടെ. അങ്ങനെ ചെയ്യാൻ ഇഷ്ടാ. പിന്നെ ആകാശദൂതിൽ മാധവി ചെയ്ത ഫുൾ ടൈം കരച്ചിലാണ്, അങ്ങനെയല്ല, എന്നാലും ഭയങ്കര സങ്കടവും ഇമോഷനൊക്കെ ആയിട്ട് ചെയ്യണല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പലരും എന്നെ പലരും പറയുന്നത് ഫിലോമിനയുടെ പോലെ എന്നാണ്. ഫിലോമിന ചേച്ചിയുടെ അങ്ങനെയല്ല, കോമഡി ചെയ്യുമ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊക്കെ റോള് ചെയ്യുമ്പോഴേ അവര് പറയാറുണ്ട് ഫിലോമിന ചേച്ചിന്റെ പോലത്തെ റോളിന് പറ്റും, ആ ഒരു ഇതുപോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാം. അതെനിക്ക് ഭയങ്കര സന്തോഷാട്ടോ. പക്ഷെ കോമഡി ചെയ്യാനാണ് ശരിക്കും ഏറ്റവും ബുദ്ധിമുട്ടാ, പ്രത്യേകിച്ച് ഇപ്പോ നമ്മൾ എന്ത് ചെയ്താലും ചിരിക്കൂല. ഓ ചാളി അടിക്കാൻ വന്നു അപ്പൊ ആണ്. നമ്മുടെ സോഷ്യൽ മീഡിയാസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കാരണം ശരിക്കും പറഞ്ഞാൽ ആ ഒരു പണ്ടത്തെ കോമഡി എന്നുള്ള സാധനം കുറഞ്ഞു തുടങ്ങി അല്ലേ? ഇനി നമ്മള് ഇപ്പൊ പണ്ടൊക്കെ ഒന്ന് വീണാ ചിരിക്കുമായിരുന്നു, നമ്മൾ അറിയാതൊക്കെ വീഴുന്ന പോലെ അഭിനയിച്ചാലൊക്കെ ചിരിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇനി പറ്റൂല, ഭയങ്കര പാടാ. ഇപ്പൊ എന്തോ ഭാഗ്യമുണ്ടെങ്കിൽ പ്രേക്ഷകർ ചിരിക്കും. നമ്മളൊരു ഇപ്പൊ ഒരു ചിരി ബമ്പർ ചിരിയിൽ പോയിട്ട് നമുക്ക് നന്നായിട്ട് കുഴപ്പമില്ലാതെ പോയിട്ടോ. 8 മില്യൺ ആൾക്കാരൊക്കെ കണ്ടു ഒരു സ്കിറ്റ്, ഒരു കോളനി സ്കിറ്റ് ആയിരുന്നു അത്. അതിന്ന് കുറെ നമുക്ക് സ്റ്റേജ് ഷോസും അങ്ങനെയൊക്കെ നമുക്ക് ഈ സീരിയലിൽ തന്നെ എനിക്ക് അങ്ങനെ കിട്ടിയത്. അതൊരു അങ്ങനത്തെ ക്യാരക്ടർ ആയിരുന്നു, ഒരു ലോക്കൽ ക്യാരക്ടർ ആയിരുന്നു ഒരു. അപ്പൊ അത് കണ്ടിട്ടാണ് ഈ സീരിയലിലേക്ക് അങ്ങനെ ഒരു കഥാപാത്രം ആവശ്യമായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ചെയ്യുന്ന സീരിയല് അത് കണ്ടിട്ട് അങ്ങനെ വിളിച്ചതാണ്. അപ്പൊ അതിനെന്നെ വിളിപ്പിച്ചത് നമ്മുടെ മങ്ക മഹേഷ് ചേച്ചിയും പിന്നെ അമ്പിളി ദേവിയും ചെലങ്കിയൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് അങ്ങനെ ആ റോള് കിട്ടിയത്. എന്തായാലും ഇപ്പൊ കരിയർ വൈസ് അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഇനിയിപ്പം പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ എത്രത്തോണ്ടായി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കര 100% ഭയങ്കര എനിക്ക് സന്തോഷമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാനായി എന്നുവെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച പോലെ അങ്ങനെയല്ല, നമുക്ക് വേറൊരാളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് സിനിമയിൽ ആരെങ്കിലും ആരുമില്ല. അപ്പോൾ ഇതുവരെ കിട്ടിയത് എനിക്ക് തോന്നുന്നു ഭാഗ്യത്തിന്റെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാണ്ട് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിച്ച ഒരു ലെവല് ഇതാണ്, അതുവരെ എത്തി. ഇനി കിട്ടിയാൽ സന്തോഷം, ഇല്ല ഇതുപോലെ തന്നെ പോവുകയാണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്ത് കാണത്തില്ലേ? ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ ഒരു അനുഭവം നമ്മുടെ ഈ ഒരു കരിയറിൽ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, അങ്ങനെ എനിക്ക് അനുഭവിച്ചിട്ടില്ല. ഇല്ല, എന്നോട് ആരും അങ്ങനെ ഇതുവരെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. ചിലപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കുന്നു, മീൻസ് എല്ലാവരോടും ഇങ്ങനെ കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ കോമഡി പറഞ്ഞാൽ ഞാൻ കൂടുതലും കോമഡി ആക്കി അങ്ങ് വിടും. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഇൻസൾട്ടിങ് ആയിട്ടോ നെഗറ്റീവായിട്ടൊക്കെ നമ്മളോട് പറയുകയാണെങ്കിലും ഞാനത് സീരിയസ് ആയിട്ട് എടുക്കില്ല. ഇല്ല, അപ്പൊ അവര് പറഞ്ഞോ ശരി പറയട്ടെ, പക്ഷെ നമ്മൾ പോണില്ലല്ലോ, അങ്ങനെ ഒരു ലെവലായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ആരും എന്നോട് എനിക്ക് തോന്നുന്നു ഒരുവിധം കോമഡിയിലത്തെ ആൾക്കാർക്കാണെങ്കിലും എൻ്റെ ലൈഫ് അറിയാം, ഞാൻ എങ്ങനെയാ വന്നതെന്നും അമ്മ മാത്രമുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് ആരും നമ്മുടെ അടുത്ത് അങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അത് മായല്ലേ എന്ന് പറയും. ഇപ്പൊ ആരെങ്കിലും എന്നെ ചിലപ്പോൾ ഞാൻ തിരിഞ്ഞു പോവുകയാണെങ്കിലേ എന്നെ ഫേസ് കാണാതെ തിരിഞ്ഞു പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർ കളിയാക്കിന്ന് വരും. തിരിഞ്ഞുമ്പോ ഞാനായിരിക്കും അയ്യേ ഇത് മായായിരുന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ കോമഡിയിൽ ആദ്യം വരുമ്പോ കുറച്ച് ചേട്ടന്മാരിങ്ങനെ പുതിയ പുതിയ പെൺകുട്ടികൾ വരുമ്പോ അവരെന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കമന്റ് ചെയ്യുമല്ലോ, നല്ല പെണ്ണിടാ അത് അങ്ങനെയൊക്കെ. അപ്പം ഒരു ചേട്ടൻ പറഞ്ഞു, ഞാനിങ്ങനെ ഫുഡ് എടുത്തിട്ട് തിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ ബാക്കാണ് കണ്ടത്. ഞാനന്ന് ജീൻസും ഷർട്ടൊക്കെ ഇട്ടിട്ട് അന്ന് ഡാൻസർ ആണല്ലോ, സിനിമാറ്റിക് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പോകുമ്പോൾ അവർ പറഞ്ഞെന്ന് എടാ അപ്പം ഞാൻ അന്ന് ഹൈറ്റും വെയിറ്റൊക്കെ ഉണ്ട്, കുറച്ചും കൂടെ നല്ല വണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേതടാ ഒരു പെണ്ണ്, ഭയങ്കര സൈസുള്ള ഒരു പെണ്ണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞപ്പോ തിരിഞ്ഞപ്പോ മൊത്തം പോയി.
അയ്യേ ഇത് മായായിരുന്ന അങ്ങനെ. അപ്പൊ ആ ഒരു ലെവലാണ് നമ്മുടെ ചേട്ടന്മാർക്ക്. അപ്പൊ അവരെന്നോട് അങ്ങനെ ഇതുവരെയും അങ്ങനെ. പിന്നെ അഭിനയത്തിന്റെ സിനിമയിലേക്കൊക്കെ വിളിക്കുമ്പോ ആദ്യമൊക്കെ അങ്ങനെ ചെറുതായിട്ടൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ അത് എല്ലാ ഫീൽഡിലും ഉണ്ട്, എല്ലാ ഫീൽഡിലും ഉണ്ട്. പിന്നെ സിനിമ എന്തുകൊണ്ടാണ് ഇത്രയും പബ്ലിക്കായിട്ട് പുറത്തു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് അറിയുന്ന ഒരു മേഖലയാണ്. ഇതിപ്പോ എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പൊ നമ്മൾ യൂട്യൂബൊക്കെ എടുക്കുമ്പോൾ എയർ ഹോസ്റ്റസ്മാരുടെ അനുഭവങ്ങൾ പറയും. അപ്പൊ അവരെന്നെ പറയാറുണ്ട് ഒത്തിരി അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അവിടെയും ഉണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ സിനിമ പോലെ അതൊരു ഫേമസ് മേഖല അല്ലാത്തതുകൊണ്ട് നമ്മൾ ആരും അറിയുന്നില്ല. അപ്പൊ ഒത്തിരി അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. പോണോ, ഓക്കെ പോവാം, വേണ്ടേ വേണ്ട, അത് നമ്മുടെ ഇഷ്ടം. അത്രേ ഉള്ളൂ.